ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു സ്ലൈഡിങ് ഡോറുണ്ട്. ബസ് നമ്മളിപ്പോൾ തിരിച്ചു വെച്ചതിനെ കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ സ്ലൈഡിങ് ഡോറിൻ്റെ അടിയത്തെ ഈ ഒരു സ്റ്റെപ്പ് ഡോറ് തുറക്കുമ്പോൾ എങ്ങനെയാണ് പുറത്തോട്ട് വരുന്നത് എന്നുള്ളൊരു സംഭവമാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പം ഇതിനായിട്ട് നമുക്ക് ഫോർക്ക് ഷീറ്റ് വേണം. ഫോർക്ക് ഷീറ്റ് ഇങ്ങനെ ഡോറിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ചെറുതായി ഒട്ടിക്കുക. അധികം വലുപ്പത്തിലൊന്നും വേണ്ട, ചെറുതായി ഒട്ടിച്ചാൽ മതി. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒരു ഫോർക്ക് ഷീറ്റും കൊടുത്തിട്ട് നമ്മളിത് ഇവിടെ ഒരു ആണി വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ അതേമാതിരി ഫോർക്ക് ഷീറ്റുമ്പോൾ കൂടി തന്നെ ഇതാക്കിയിട്ട് ആണി വെക്കുക. അതിനുശേഷം നമ്മളിത് ഒട്ടിക്കാൻ പാടില്ല. നമ്മൾ ഇത് തുറന്ന് വെക്കുക. തുറന്ന് വെക്കുന്ന സമയത്ത് നമ്മൾ ഈ ഡോറിൻ്റെ അപ്പുറം തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും. ഡോർ ഇപ്പോൾ തുറക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോറിൻ്റെ അപ്പുറം തന്നെ ഇത് ചെയ്യുന്നുണ്ട്. ഇവിടെ റൊട്ടേഷൻ പറ്റുന്ന രീതിക്ക് വേണം ആണി അടിക്കാൻ. എന്താ വെച്ച് കഴിഞ്ഞാൽ ആണി അധികം പവറിലായി പോയാൽ ഈ ഒരു ഫോർക്ക് ഷീറ്റ് ഇങ്ങോട്ട് തിരിയില്ല. അപ്പോൾ അതിനനുസരിച്ച് ഡോറും വർക്കാവില്ല. ഡോറ് തുറന്ന് വെച്ചതിന് ശേഷം ഇങ്ങനൊരു പീസ് ഇവിടെ ഒട്ടിച്ചാൽ മതി. എന്നിട്ട് അടയ്ക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റെപ്പ് ഉള്ളിലോട്ട് പോയിക്കോളും. അതാണ് നമ്മൾ ഇതിൽ ചെയ്ത സിസ്റ്റം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഞാൻ യൂട്യൂബിൽ വേറെ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതേമാതിരി ചെയ്യുമ്പോൾ നല്ല പണിയാണ്. ഇത് നമുക്ക് വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അടുത്ത വീഡിയോയിൽ ഇപ്പോൾ വരാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ചേസ് മാറ്റാൻ പോലെയാണ് ഗൈസ്. ചേസ് മാറ്റി നമ്മൾ ചേസിന് പകരം നമുക്കൊരു സ്പീക്കർ അവിടെ വെക്കാനുണ്ട്. അപ്പോൾ സ്പീക്കർ അവിടെ വെക്കണമെങ്കിൽ ചേസ് അവിടെ നിന്ന് മാറ്റണം. പിന്നെ കുറേ വയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ചേസ് അവിടെ വെച്ചാൽ നമ്മൾ സ്ഥലം കുറേ പോകുന്നതായിരിക്കും. അപ്പോൾ ചേസ് നമ്മൾ എടുത്ത് മാറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ ചേസ് മാറ്റുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഡോറിൻ്റെ ഇത് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഒന്ന് ഡോറ് ഓപ്പൺ ചെയ്യുന്നത് കാണിച്ചു തരാം. കറക്റ്റ് അപ്പോൾ ഗൈസ്, നമ്മൾ ഡോറൊന്ന് തുറക്കാൻ കാണിച്ചു തരാം. സ്റ്റെപ്പ് നമ്മുടെ കറക്റ്റായിട്ട് ഇതിലേക്കും വരിക. ഇവിടെ സ്റ്റെപ്പ് ഈ സ്റ്റെപ്പ് കയറിയിട്ട് അങ്ങനെയാണ് നമ്മൾ ഉള്ളോട്ട് പോകുന്നത്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് സെറ്റാക്കി റെഡിയാക്കി അടുത്ത് തന്നെ നമ്മുടെ വണ്ടിയുടെ മൊത്തം പണി നമ്മൾ തീർക്കുന്നതായിരിക്കും. ലൈറ്റ് ആൻഡ് സ്പീക്കർ ഒക്കെ നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും. പിന്നെ ഈ ലിപ്പൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അത് നമ്മൾ ഇവിടെ ഒരു നെയിം ബോർഡിൻ്റെ ഇവിടെയാണ് ഗൈസ്. നമ്മുടെ പേരെന്താ നമ്മളിപ്പോൾ കാണിക്കുന്നില്ല. ഇതാണ് ഉള്ളിൽ വരുന്ന സംഭവം. ഇങ്ങനെയാണ് ഉള്ളിലുണ്ടാകുക. ഉള്ളിൽ നോക്കുന്ന സമയത്ത് വൃത്തിക്ക് കാണിച്ചത് ഗൈസ്. ഇങ്ങനെയാണ് ഉണ്ടാകുക. ഉള്ളിൽ നോക്കുമ്പോൾ നെയിം ബോർഡിൻ്റെ നമ്മുടെ ലൈറ്റ് ഇതുമല്ലാണ് നമ്മൾ കൊടുക്കുന്നത്. 2 ലൈറ്റാണ് വരുന്നത്, ഒരു വെള്ളയും ഒരു ചുവപ്പും. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഫ്ലാഷർ മാതിരിയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ നോക്കുന്നത്. പിന്നെ ഇവിടെയൊക്കെ ആയിട്ട് ലൈറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ അടിഭാഗത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലും 2 ഈ സൈഡിൽ 2 വെള്ള 2 ചുവപ്പും, ബാക്കിൽ ഇവിടെ 2 വെള്ള, പിന്നെ ഏറ്റവും ബാക്കിൽ 2 വെള്ള. അങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ടയർ പൂരി വെച്ചിട്ടുള്ളതാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് വണ്ടിയുടെ ഒരു കിടപ്പ് വശം. ഇങ്ങനെയായിരിക്കും നമുക്ക്. ഇത് സീന സ്റ്റിക്കറാണ്. നമ്മൾ ഫാൻസി ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. 5 രൂപയാണ് ഒരു ഷീറ്റിന് വരുന്നത്. അപ്പോൾ നമ്മൾ അതിൽ എടുത്ത് ഒട്ടിച്ചതാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ ചേസ് മാറ്റുന്ന വീഡിയോ ആയിരിക്കും കാണിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.